ഹായ് മക്കൾസ്, അറക്കലാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അതായത് തിയറീസ് റിലേറ്റഡ് ടു എവല്യൂഷൻ, പരിണാമവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ, എവല്യൂഷനുമായി ബന്ധപ്പെട്ട തിയറികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എവല്യൂഷനുമായി ബന്ധപ്പെട്ട എത്ര തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്? 2 തിയറി, ഒന്ന് ലാമാർക്കിസം, 2 ഡാർവിനിസം. ലാമാർക്കിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലാമാർക്ക്, ഡാർവിനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡാർവിൻ. അതിൽ ലാമാർക്കിസത്തിന്റെ മറ്റൊരു പേര് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് ലാമാർക്കിസത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് ഡാർവിനിസത്തിന്റെ മറ്റൊരു പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി എന്താണ് ലാമാർക്കിസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ലാമാർക്കിസം, അല്ലെങ്കിൽ ലാമാർക്കിസത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് ലോകം മൊത്തം അംഗീകരിച്ചിട്ടുണ്ടോ, അതിന്റെ ഉദാഹരണം എന്ത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇത് എന്താണ് ഈ ലാമാർക്കിസം ഒക്കെ പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡാർവിനിസം ഒക്കെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളൊരു സാധനം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതെന്താ ഈ ചിത്രം? അതായത് ഇത്രയേ ഉള്ളൂ. അതായത് പണ്ട് വളരെ പണ്ട്, അതായത് ഭൂമിയൊക്കെ ഉണ്ടാവുന്ന ആ സമയത്ത് ലോകത്ത് വളരെ പാവപ്പെട്ട 1, 2, 3, 4 കോശങ്ങൾ മാത്രമുള്ള കുഞ്ഞു ജീവികൾ മാത്രമേ ഉള്ളൂ. വളരെ കുഞ്ഞു ജീവികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് ആന, പട്ടി, പൂച്ച, പാമ്പ്, ചിമ്പാൻസി, ജിറാഫ്, കണ്ടാമൃഗം, ഹിപ്പോപ്പൊട്ടാമസ്, അങ്ങനെ എന്തൊക്കെയോ ജീവികൾ ഇപ്പോ നമ്മുടെ ലോകത്തുണ്ട്. അതെങ്ങനെയുണ്ടായി? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. വളരെ പണ്ട് കുഞ്ഞു പാവപ്പെട്ട ജീവികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അന്ന് ആനയും, ചിമ്പാൻസും, ജിറാഫും, കണ്ടാമൃഗം, ഹിപ്പോപ്പൊട്ടാമസ് ഒന്നും ഇല്ല. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയുണ്ടായി? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ അതിന് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന മറുപടിയാണെന്ത്? എവല്യൂഷൻ സംഭവിച്ചു, ചേഞ്ച് സംഭവിച്ചു, മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് ജീവികളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് എന്തുണ്ടായത്? ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന ജീവികൾ ഉണ്ടായതെന്നാണ് സയൻസ് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണിത് ലാമാർക്കിസം. രണ്ടാമത്തെ തിയറിയാണിത് ഡാർവിനിസം. അപ്പൊ നമുക്ക് ലാമാർക്കിസത്തെ കുറിച്ച് സംസാരിക്കാം. ലാമാർക്കിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് ആലോചിച്ചാൽ മതി. ജീൻ ബാപ്റ്റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റും. അപ്പൊ ലാമാർക്ക് മാത്രം മതി. ഓക്കെ, അത്ര ഡെക്കറേഷൻ ഒന്നും വേണ്ട പറഞ്ഞു, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ലാമാർക്ക്. ഓക്കെ, ഇനി ഈ ലാമാർക്കിസത്തിന്റെ മറ്റൊരു പേരാണെന്ത്? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ്. എന്ത് ക്യാരക്ടേഴ്സ്? അക്യൂർഡ് ക്യാരക്ടേഴ്സ്. അതെന്താ? പറഞ്ഞുതരാം. വെയിറ്റ്, പിന്നെ എന്തിനാ തറക്കൽ ചെയ്യിച്ചിരിക്കുന്നത്? ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ്. ഇത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സിന്റെ തിയറി എന്നും അറിയപ്പെടുന്നു. പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. സ്വയാർജിത സ്വഭാവങ്ങളുടെ, അക്യൂർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വയാർജിത സ്വഭാവങ്ങൾ കേട്ടോ. സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്നും അറിയപ്പെടും. ഏത്? ഈ ലാമാർക്കിസം. സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്നറിയപ്പെടും. ഏത്? ലാമാർക്കിസം. അപ്പൊ ലാമാർക്കിസത്തിന്റെ മറ്റൊരു പേര് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് എന്നും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഈ ലാമാർക്കിസം? എന്താണ് ഈ സ്വയാർജിത സ്വഭാവം? എന്താണ് ഈ അക്യൂർഡ് ക്യാരക്ടേഴ്സ്? അല്ലെങ്കിൽ എങ്ങനെയാണ് ലാമാർക്കിസം പണ്ടുണ്ടായ കുഞ്ഞു ജീവികളിൽ നിന്നും ഇന്ന് കാണുന്ന ഇത്രത്തോളം വൈവിധ്യമാർന്ന ജീവികൾ ഉണ്ടായി എന്ന് എങ്ങനെയാണ് ലാമാർക്കിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെ പരിപാടി എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ഒരു ഓർഗാനിസം, ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സ്പാനിൽ ഒരു ക്യാരക്ടർ അക്യൂർ ചെയ്തെടുക്കും. അതാണെന്ത്? സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ്. എങ്ങനെ ഒരു ഓർഗാനിസം, ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സ്പാനിൽ, ജീവിത കാലഘട്ടത്തിൽ ഒരു ക്യാരക്ടർ അക്യൂർ ചെയ്തെടുക്കുന്നു. അതാണ് എന്ത് ക്യാരക്ടർ? സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ അഥവാ സ്വയാർജിത സ്വഭാവം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? നീന്താൻ പഠിക്കുന്നു. നീന്താൻ. ഓക്കെ, അതൊരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്. കാരണം ഞാനത് എന്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതാ, അല്ലാതെ എനിക്ക് ജനിക്കുമ്പോൾ തന്നെ നീന്താനുള്ള കഴിവില്ല. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രിട്ടി മിസ് കാറും ജീപ്പൊക്കെ ഓട്ടും. അതെന്താണ്? ഒരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്. കാരണം പ്രിട്ടി മിസ് ജനിച്ചുമ്പോൾ തന്നെ പ്രിട്ടി മിസ്സിന് കാറും ജീപ്പും ഓട്ടാൻ അറിയോ? ഇല്ല. അത് പ്രിട്ടി മിസ് ഒറ്റയ്ക്ക് കഴിവ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ അതെന്താണ്? സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു? നല്ല അടിപൊളിയായിട്ട് വരക്കാൻ പഠിക്കുന്നു വിചാരിക്കും. അതൊരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്. കാരണം നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരക്കാൻ അറിയോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? വരക്കാൻ പിന്നീട് പഠിച്ചതാണ്. നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ അതൊരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്, സ്വയാർജിത സ്വഭാവമാണ്. ഇത്തരത്തിൽ ഒരു ഓർഗാനിസം അതിന്റെ ലൈഫ് സ്പാനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ക്യാരക്ടറാണ് എന്ത്? സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ അഥവാ സ്വയാർജിത സ്വഭാവം. ഇതെന്ത് ചെയ്യുന്നു എന്നറിയോ? ഇത് നെക്സ്റ്റ് ജനറേഷന് ട്രാൻസ്ഫർ ചെയ്യുന്നതാ, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അപ്പൊ അവൻക്കത് കിട്ടിയോ? അടുത്ത തലമുറക്ക് അത് കിട്ടി. ഇനി അവന്റെ ജീവിത കാലഘട്ടത്തിൽ വേറെ സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? അക്യൂർ ചെയ്ത് കൊടുക്കുന്നു. അതും കൂടി അതിന്റെ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കുന്നു. അപ്പൊ അവൻക്ക് എത്രണ്ണം കിട്ടി? 2 കിട്ടി. ഇനി അവന്റെ ലൈഫ് സ്പാനിൽ വേറെ സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ അക്യൂർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതും കൂടി അതിന്റെ അപ്പുറത്തുള്ളവന് കൊടുക്കുന്നു. അപ്പൊ അവൻക്ക് എത്രണ്ണം കിട്ടി? 3 കിട്ടി. ഇനി അവന്റെ സെൽഫ് അക്യൂർഡ് ജീവിത കാലഘട്ടത്തിൽ വേറെ സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? അച്ചീവ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതും കൂടി അതിന്റെ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കുന്നു. അപ്പോൾ അവനക്ക് എത്രണ്ണം കിട്ടി? 4 കിട്ടി. ഇങ്ങനെ ജനറേഷൻ സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനമുള്ള ചങ്ങായിക്ക് ഇഷ്ടം പോലെ സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ ഉണ്ടാവും.
ആദ്യമുള്ള ഇൻകോ ഒറ്റൊന്ന്. അപ്പൊ ഞാനും ഓനും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും അയാളും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ ഉണ്ട്, എനിക്ക് എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അപ്പൊ ഇയാളും അയാളും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും അയാളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ അയാൾ വേറെ തന്നെ ഒരു ജീവിയായി മാറുത്രേ. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. എനിക്കാകെ ഒരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ, അവൻക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ അവസാനം അത് വേറെ തന്നെ ഒരു ജീവിയായി മാറുത്രേ. അങ്ങനെ ഒരു ന്യൂ ഓർഗാനിസം, പുതിയ ജീവിയുടെ ഉത്ഭവം ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ലാമാർക്ക് പറഞ്ഞു. ഇതാണ് ലാമാർക്കിസം. ഇതിന് ഉദാഹരണം ഹൈലൈറ്റ് കോമഡിയാണ്. ഉദാഹരണം, പണ്ടത്തെ ജിറാഫുകൾക്ക് കഴുത്തിന്റെ നീളം കുറവായിരുന്നു. പിന്നെ വരൾച്ചയും പിന്നെ പ്രശ്നങ്ങളും, അങ്ങനെ ഫുഡ് സ്കേഴ്സിറ്റി, അതായത് ഭക്ഷണ ദൗർലഭ്യം നേരിട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? ജിറാഫിന്റെ കഴുത്ത് നീളം കൂട്ടാൻ ശ്രമിച്ചു. കാരണം ഭക്ഷണ ദൗർലഭ്യം നേരിട്ടപ്പോൾ താഴെയൊന്നും പുല്ലുകളില്ല, താഴെയൊന്നും ഭക്ഷിക്കാനൊന്നുമില്ല. മരത്തിന്റെ മുകളിൽ ആ കൊമ്പിന്റെ ചില്ലകളിൽ കുറച്ച് ഒരു 5-6 ഇലകളേ ഉള്ളൂ. അപ്പൊ അത് മാത്രമേ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജിറാഫുകൾ, നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകൾ എന്ത് ചെയ്തു അറിയും? ഇതങ്ങനെ ട്രൈ ചെയ്തു അതാ ഇറ്റ് സ്ട്രെച്ചസ് ഇറ്റ്സ് നെക്ക്. അതിന്റെ കഴുത്ത് എന്ത് ചെയ്തു? നീട്ടി. അതിന്റെ കഴുത്ത് ഇങ്ങനെ നീട്ടി, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, ഇങ്ങനെ ശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ അതിന്റെ കഴുത്തിന്റെ നീളം കൂടി ഇത്ര. ഓക്കെ, അങ്ങനെ കഴുത്തിന്റെ നീളം കൂടി. അപ്പൊ അതൊരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്. അത് അവന്റെ ലൈഫ് സ്പാനിൽ ഉണ്ടാക്കിയെടുത്ത ക്യാരക്ടറാണ്. അതെന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ജനറേഷനിലും എന്ത് കിട്ടി? ഈ നീളം കൂടിയ കഴുത്ത് കിട്ടി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നീളം കൂടിയ കഴുത്തുകൾ ഉണ്ടാകുന്നത്. ദാറ്റ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് വർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻ ലീഡിംഗ് ടു ദ എമർജൻസ് ഓഫ് ജിറാഫ് വിത്ത് ലോങ്ങർ നെക്സ്. അങ്ങനെയാണ് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫ് ഉണ്ടാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നല്ല അടിപൊളി കഥ അല്ലേ? എന്താ ചെയ്യാ, ഓരോരോ കഥകളെ. പക്ഷെ രസം എന്താ അറിയോ? സയൻസ് ഇത് അംഗീകരിച്ചോ? ഉണ്ടാവില്ല, സ്വാഭാവികം. സയൻസ് ഇത് അംഗീകരിച്ചില്ല. സയൻസ് എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ, സയൻസ് ഇങ്ങനെ ജിറാഫിന്റെ കഴുത്തിന്റെ നീളം കൂടി, അതൊക്കെ സയൻസ് അംഗീകരിച്ചു. സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്നൊക്കെ സയൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. സയൻസ് ഇത് എന്തുകൊണ്ട് തള്ളിക്കളന്ന് ചോദിച്ചാൽ, ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കില്ല. ലേറ്റർ സയന്റിസ്റ്റ് പ്രൂവ്ഡ് ദാറ്റ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഇമ്പാർട്ട് ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം. അവർക്ക് ജനറ്റിക് സ്ട്രക്ചറിൽ, ഒരു ഓർഗാനിസത്തിന്റെ ജനിതഘടനയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ആർ നോട്ട് ഇൻഹെറിറ്റഡ്. അതെന്ത് ചെയ്യാൻ കഴിയില്ല? അത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയില്ല എന്ന് സയൻസ് തെളിയിച്ചു. അതുകൊണ്ട് ഈ തിയറി തന്നെ സയൻസ് എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് നീന്താൻ അറിയട്ടോ. ഓക്കെ, ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ ഞാൻ പിന്നെ നീന്താൻ പഠിച്ചു. അപ്പൊ അതൊരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്. കാരണം ഞാൻ എന്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ക്യാരക്ടറാണ്. അതൊരിക്കലും അടുത്ത ജനറേഷന് പാസ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഞാൻ നീന്തൽ പഠിച്ചു എന്ന് എഴുതിയിട്ട് എന്റെ കുട്ടി നീന്തൽ പഠിക്കണമെന്നുണ്ടോ? ഇല്ല, കുട്ടി വേറെ തന്നെ പഠിക്കണം. അതങ്ങനെ നെക്സ്റ്റ് ജനറേഷനിക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് വണ്ടി ഓട്ടാൻ വയ്ക്കും, നിങ്ങൾക്ക് ബൈക്കോ കാറോ ഓട്ടാൻ വയ്ക്കുമെന്ന് വിചാരിക്കും. എന്ന് എഴുതിയിട്ട് നിങ്ങൾ കുട്ടിക്ക് ബൈക്കും കാറോട്ടാൻ വെക്കണമെന്നുണ്ടോ? ഇല്ല, അത് വേറെ തന്നെ പഠിക്കണം. ഇപ്പൊ എനിക്ക് കാറോട്ടാൻ വെക്കും, പക്ഷെ എന്റെ ഉപ്പാക്ക് കാറോട്ടാൻ വെക്കൂല. അത് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതാണ്. ഇനിയിപ്പോ എനിക്ക് കാറോട്ടാൻ വെക്കുന്ന എഴുതിയിട്ട് എന്റെ കുട്ടിക്ക് കാറോട്ടാൻ വെക്കണമെന്നുണ്ടോ? ഇല്ല, കുട്ടി വേറെ പഠിക്കണം. ഇതാ ഞാൻ പറഞ്ഞത്. സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ തിയറിയെ ആര് തള്ളിക്കളഞ്ഞു? സയൻസ് തള്ളിക്കളഞ്ഞു. ഓക്കെ ആണല്ലോ? യെസ്. ഇപ്പൊ ലാമാർക്കിസം ഹാപ്പി ആയിട്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ. ഇതുപോലെ ഡാർവിനിസം ഒക്കെ നമ്മളെ ലൈവ് ക്ലാസ്സിൽ മനോഹരമായിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആപ്പിലൊക്കെ. അപ്പോൾ നിങ്ങൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിലൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ മെച്ചം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സൂപ്പറായിട്ട് സുന്ദരമായിട്ട് ഇപ്പം തന്നെ പഠിക്കാൻ പറ്റും. ആപ്പിൽ നമ്മൾ എവിടെ എത്തിയെന്ന് അറിയോ? 2 ചാപ്റ്റർ കഴിഞ്ഞു ആപ്പിൽ. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ നിങ്ങളുടെ SSLC ബയോളജിയിൽ തന്നെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് ഇത്. സെക്കൻഡ് ചാപ്റ്റർ അതുവരെ കഴിഞ്ഞു. അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മൾ 2 ചാപ്റ്റർ ഓണപരീക്ഷകൾ ഇത് മുഴുവൻ കംപ്ലീറ്റ് ആക്കി. വി ആർ വേറെ ലെവൽ, യുനോ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾ വേറെ തന്നെ ലെവല്, വളരെ മുൻപന്തിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും അവിടേക്ക് ഓടി എത്തണമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം റഖൽ.